ഹലോ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ ട്രിപ്പ് പോവാണ്. സോ എങ്ങോട്ടാണെന്ന് കണ്ടാലോ? അപ്പം ആദ്യം ഞാനും അച്ഛനും അമ്മയും കൂടി നേരെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ്. എന്നിട്ട് അവിടുന്ന് അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോകാൻ. പിന്നെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇടയിൽ നമ്മൾ ചായയൊക്കെ കുടിക്കാൻ നിർത്തി. ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എയർപോർട്ട് എത്താറായിട്ടുണ്ട്. അങ്ങനെ എയർപോർട്ട് എത്തി. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ എല്ലാവരും വെരി എക്സൈറ്റഡ് ആയിട്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ഒന്നും അറിയില്ല അവിടെ പോയി എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഇങ്ങനെ അങ്ങ് പോയി, ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പോയി. എന്നിട്ട് പിന്നെ ബാഗേജൊക്കെ കൊടുത്ത് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ ഇനി എന്തെന്നുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം ഫ്ലൈറ്റ് കയറുന്നവർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും കയറാത്തവർ എത്രയും പെട്ടെന്ന് കയറാനായിട്ട് പഠിച്ചിട്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു ഡോണറ്റും പിന്നെ ഒരു മഫിനൊക്കെ വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. ഇവിടെ എന്തോരം പൈസയാണ്. ഇവിടെ വല്ല ബിസിനസ് നടത്തിയ വിജയിക്കുമെന്ന് ആലോചിച്ചിരിക്കുക തോന്നുന്നുണ്ട്. പക്ഷെ ആ ബസ്സിൽ എന്താണ് എഴുതിയത് ഞാൻ പഠിച്ചു. 6C6421 to Hyderabad, India by Indigo. ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ എന്താണ് ഇത്ര എക്സൈറ്റഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരന് ഒരു ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ആദ്യമായിട്ടൊന്ന് ഫ്ലൈറ്റ് കയറാൻ പോകാന്ന് പറയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് യൂഷ്വലാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നും പറയണ്ട ഗൈസ്. പിന്നെ എനിക്കാണെങ്കിൽ നല്ല സീറ്റും കിട്ടി. അതുകൊണ്ടൊക്കെ ഫുൾ എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. ഐ എം സോ എക്സൈറ്റഡ്. Flying time is expected to be 1 hour and 5 minutes pertaining to traffic congestion and weather conditions en route, and we're expected to cruise at an altitude of 37,000 feet above sea level. Truly appreciate your business for choosing to fly with Indigo today. Wish you a pleasant flight ahead. Request you to kindly adhere to all safety protocols as instructed by the cabin crew at all times for your own safety. Jai Hind. So guys, this is my first flight. ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ്. It really feels so good. ഞാനൊരു കാപ്പി വാങ്ങട്ടെ. അമ്മ വിളിക്ക്, ചമ്മ വിളിക്ക്. കാപ്പിക്ക് ഇത്രയും നിരോധികളോ ഗൈസ്? ഈ കാപ്പി നിൽക്കുന്നത് സച്ച് പേടിഞ്ഞു പോയി വിചാരിച്ചോളൂ.
എന്നിട്ട് അവൾ ആ ബാഗ് വരുന്നതിൻ്റെ അവിടെ നോക്കിക്കായിരുന്നു പോയിട്ട്. പക്ഷെ ലാസ്റ്റ് വന്നു. ഞങ്ങൾ എക്സിറ്റ് ചെയ്ത് നേരെ റൂമിലേക്ക് പോവാണ്. ഇനിയപ്പോൾ ഐ തിങ്ക് നമ്മുടെ റൂം കുറച്ച് ദൂരെയാണ്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഹോട്ടൽ ഇംപീരിയൽ ക്ലാസിക് അങ്ങനെ എന്തോ നമ്മുടെ റൂമിൻ്റെ പേര്. അത്ര ഹൈഫൈ അല്ല, ബട്ട് അത്യാവശ്യം ഡീസൻറ്റ് നല്ല റിവ്യൂ ഉള്ളൊരു റൂമായിരുന്നു. സോ ലെറ്റ്സ് സീ. ഗൈസ് ഞാൻ ജാടട്ടതല്ല ഗൈസ്, എനിക്ക് പബ്ലിക്കിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ആൻസൈറ്റി വരും. അതുകൊണ്ടാണ്. അപ്പം ഈ റൂമിൽ പോയിട്ട് നമുക്ക് റൂം ചെക്കിനൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. കുറേ വില പേശിയിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ഡീലിൽ നമുക്ക് വണ്ടി സെറ്റായിട്ടുണ്ട്. ഒരു 1800 റുപ്പീസിന് നമുക്ക് ഇന്നോവ ഓൾമോസ്റ്റ് 36 കിലോമീറ്റേഴ്സ് ദൂരെ വരെ കിട്ടി. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു ഇതാന്ന് തോന്നുന്നു. നമ്മൾ 6 ആളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വണ്ടി കിട്ടി. നമ്മളിതാ ഇപ്പോൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വിശക്കുണ്ട് ഗൈസ്. ഇവിടെ അടുത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും എത്തി. പക്ഷെ പുറത്ത് തൊട്ടടുത്ത് അങ്ങനെ ഹോട്ടൽസ് ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പം ഇനി മിക്കവാറും നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. എത്ര പേരുടെ ജോബാന്നാണ് ഞാൻ നോക്കണേ. അത്രയും ടാക്സീസ് ഉണ്ട് ഇവിടെ. നമ്മൾ റൂമിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തു. പക്ഷെ വിശപ്പിന്റെ ശക്തി കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവിടെ ബവാച്ചി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ബിരിയാണി ഷോപ്പ് ഉണ്ട്. പറഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് അവിടെ വന്നേക്കാണ്. ബിരിയാണി എങ്ങനെയുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് റിവ്യൂ പറയാം അല്ലേ കച്ചു? ഭയങ്കര തിരക്കാണ്. അവർക്ക് 2 ഷോപ്പുണ്ട്. ഫുൾ നിറയെ ആൾക്കാരുണ്ട്. അപ്പം നല്ലതാകുമെന്ന് വിചാരിക്കാം. കഴിച്ചിട്ട് ഞാൻ റിവ്യൂ പറയാം. അച്ഛാ പറയൂ, ഹൗ ഇസ് ദ ബിരിയാണി? എങ്ങനെയുണ്ട് പറ. എരിവുണ്ടാവും, അതല്ലേ ഹൈദരാബാദി. എനിക്കും ഇഷ്ടമായി ഗൈസ്. ഇത് 65-നേക്കാൾ ഇഷ്ടപ്പെട്ടത് നോർമൽ ചിക്കൻ ബിരിയാണിയാണ്. അമ്മ എങ്ങനെയുണ്ട്? സോ ബിരിയാണിയൊക്കെ കഴിച്ചു ഗൈസ്. ഇറ്റ് വാസ് ഗുഡ്. എന്താ പറയുക, നല്ലൊരു ഹൈദരാബാദി ബിരിയാണി. എന്നുവെച്ചാൽ നമ്മുടെ കേരളത്തിലെ സ്റ്റൈലല്ല, ഇത്തിരി സ്പൈസിയാണ്. പക്ഷെ ഇറ്റ് വാസ് റിയലി ഗുഡ്. ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. നല്ല ബിരിയാണി ആയിരുന്നു. പക്ഷെ വെയിറ്റിംഗ് ടൈം കുറച്ച് നേരം എടുക്കും. കാരണം അത്രയും തിരക്കാണ്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രയും തിരക്കാണ് അവിടെ. അപ്പോൾ ഓവറോൾ നല്ലായിരുന്നു. സോ ഇനി നമുക്ക് അടുത്തത് വേറെ ഫുഡ് സ്പോട്ട് അടുത്ത ടൈം ഡിന്നർ വേറെ സ്ഥലം ട്രൈ ചെയ്യാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ബാക്ക് ടു അവർ റൂം. റൂം പുറത്തുനിന്ന് കണ്ട വളരെ ചെറിയ റൂമാണ്. പക്ഷേ ഭയങ്കര അടിപൊളി സെറ്റപ്പാണ്. They have so much amazing variety of cakes. ലഞ്ച് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും സ്വീറ്റ് ക്രേവിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങാനായിട്ട് കയറിയതാണ്. നമ്മുടെ സ്റ്റേൻ്റെ തൊട്ടടുത്താണ്. നമ്മൾ ഹേസൽനട്ടിൻ്റെയും പിന്നെ ആപ്രിക്കോട്ട് മലായി ഒക്കെയാണ് വാങ്ങിയത്. So guys, we are ready. Today evening നമ്മൾ പോകുന്നത് സെയിന്റ് സാഗർ ലേക്കിലേക്കാണ്. എന്താ അച്ഛാ ഈ വീഡിയോ പറയുന്നതിന്റെ ഇടയിൽ കൂടെ. പിന്നെ എല്ലാവർക്കും ടീ വേണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ A1 ടീ കമ്പനി എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. നമ്മുടെ സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അതും. പക്ഷെ ഞാൻ ഡിസപ്പോയിന്റഡ് ആയി. അവിടെ കോഫി അവൈലബിൾ അല്ല, ടീ ആണ് അവിടുത്തെ മെയിന്. എന്താ വെച്ച് വാങ്ങിയത്? റോ മാംഗോ ജ്യൂസാണ് വാങ്ങിയത്. അച്ഛൻ എങ്ങനുണ്ട്? ചായ കുടിച്ചോക്കാം. എങ്ങനെയുണ്ട് പറയും കുടിച്ചിട്ടേ. എങ്ങനുണ്ട്? നന്നോ? They have so many varieties. കുറേ ഉണ്ട് ഗൈസ്. പക്ഷെ അതെന്തോ ഒരു പൊടിയിട്ട് കലക്കിയാണ് അവരുണ്ടാക്കിയത്. എനിക്കറിയില്ല അതെന്താണ്. പ്രോസസ്സ് ചെയ്ത് പൊടിച്ച് വെച്ചതാണോ ആദ്യം? കുക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇഷ്ടപ്പെട്ടില്ല? ജീരക
ജീരകത്തിന്റെ ടേസ്റ്റ് നല്ലോണം. അത് റോമാങ്കോ ജ്യൂസാണ് വാങ്ങിയത്. പക്ഷെ എനിക്കിഷ്ടപ്പെടില്ല, ഒരു വസ്തുവിന് ഒന്നല്ല. ഭയങ്കര റോമാങ്കോയുടെ ടേസ്റ്റ് അല്ല. ജീരകം ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ കുടിച്ചിട്ടില്ല. നമ്മ ഗ്രീൻ ടീ എങ്ങനെയുണ്ട്? വന്നോ? ഞങ്ങൾ രണ്ടാളും വാങ്ങിയത് പരാജയമായതുകൊണ്ട് ഞങ്ങൾ പച്ചവെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് മാങ്ങയുടെ പ്രശ്നമല്ല, മാങ്ങയുടെ ഒരു തുള്ളി ടേസ്റ്റ് ആയില്ല, ഒരുമാതിരി ജീരക ടേസ്റ്റാ. അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവർ മാങ്ങ അടിച്ചതല്ല, അവർ ഓൾറെഡി പ്രോസസ്സ് ചെയ്ത് വെച്ച എന്തോ ഒരു പൗഡർ ഇട്ടിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുലുക്കി തന്നതാ. ദിസ് ഇസ് അട്ടർ ഫ്ലോപ്പ്. ബിരിയാണി അടിപൊളിയായിരുന്നു, പക്ഷേ ജ്യൂസ് ഞങ്ങളെ ചതിച്ചു. ചായ ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് അത് കുടിക്കാതെ തന്നത്. ലൈറ്റ് കാപ്പി കിട്ടൂല എന്ന് പറഞ്ഞു. ഇനിയപ്പോൾ എന്തായാലും ഹുസൈൻ സാഗർ ലേക്കിലേക്ക് പോവാം. അവിടെ പോയിട്ട് കാണാം. ഞങ്ങളപ്പോൾ ഹുസൈൻ സാഗർ ലേക്കിലേക്ക് പോയി. നമ്മുടെ ഡ്രൈവർ ഇങ്ങനെ ഒരു റൗണ്ട് ഫുൾ ഇങ്ങനെ ചുറ്റി കാറിൽ തന്നെ. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാറിൽ ഇങ്ങനെ ഇരുന്നെല്ലാം കാണാനായിട്ട്. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി നമ്മളിങ്ങനെ പതുക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. സോ ഗായ്സ്, ഇതാണ് ലേക്കിന്റെ ഒരു സൈഡ്. നല്ല ഭയങ്കര കാമിങ് ആണ്. ഇവിടെ അത്ര തിരക്കൂല, ആൾക്കാർ കുറവാണ്. ഒരുപാട് ക്രൗഡോ ആൾക്കാരോ ഒന്നുമില്ല. ഇവിടെ നമ്മളെ കൂട്ടാതെ സെൽഫി എടുക്കുന്നു. എന്റെ അമ്മയെ വെള്ളത്തിലായിട്ട് തള്ളിയിടല്ലേടി. അമ്മമ്മേ അമ്മമ്മേ വരൂ, സെൽഫി. സെൽഫി എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഓടി വരും എന്റെ അച്ഛൻ. ഇതാ വരുന്നു കണ്ടോ, ഓടി 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 വരും. അച്ഛാ ഗായ്സ്, അവിടെ എക്സിബിഷൻ നടക്കാണ്. പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഇത്രയും ദൂരത്താണ് ഗായ്സ് ഞങ്ങളുള്ളത്. ഐസ്ക്രീം ഇവിടെ ഫുൾ കടകളാണ്. ഫുൾ പാനിപൂരി, അതേപോലെ ലൈം സോഡ, പിന്നെ കണ്ടത് ഇത് സ്പൈറൽ പൊട്ടാറ്റോ, ഇങ്ങനത്തെ ഫുൾ നിറയെ കടകളാണ് രണ്ട് സൈഡിലും. പിന്നെ കുറേ ഐസ്ക്രീം കടി, പിന്നെ കുറേ പഞ്ഞിമുട്ടായി, കോട്ടൻ കാൻഡിയോ, ഏത്തപ്പിള്, പഞ്ഞിമുട്ടായി. ഈ ഒരു സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാമിങ്, പിന്നെ ലൈറ്റ് ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ഉണ്ടായിരുന്നു. ക്ഷമയോടെ ഷുഗർ കെയിന് കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിതാ. ഐസ്ക്രീം കഴിക്കില്ല, ആ കരിമ്പ് ജ്യൂസ്. ഐസ്ക്രീം കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഷുഗർ കെയിൻ വാങ്ങിക്കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. കുടിച്ചോ? കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് കടന്നു. ആ ഒരു എൻഡിൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട് എന്ന് കണ്ടു. അപ്പോൾ ഈ പോണ വഴിക്കാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട്. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചും കൂടെ ഒക്കെ നടന്നിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന്റെ സ്ഥലം വരുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ കടകളാണ്, ഫുൾ കട. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അവിടെ ഒരു ദീപം പോലെ കണ്ടു. ആ ഒരു ദീപത്തിന്റെ ആ ഒരു ബേസിൽ നമുക്ക് ആ സിറ്റിയുടെ ആ ഒരു ഏരിയ ഫുൾ കാണാനായിട്ട് പറ്റും. ഗൈസ്, ഞങ്ങൾ ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഡാൻസ് ബോട്ട് എന്നൊക്കെ പറഞ്ഞേ. പിന്നെ അവിടെ ബുദ്ധ വിസിറ്റ് എന്നുള്ളൊരു ബോട്ടുണ്ട്. പിന്നെ വേറെ സ്പീഡ് ബോട്ട് ഉണ്ട്. സ്പീഡ് ബോട്ടിന് പൈസ ഇതിനേക്കാൾ കൂടുതലാണ്. ബുദ്ധ വിസിറ്റ് ഇതിനേക്കാൾ കുറച്ച് കുറവാണ്. ഇത് ലൈക്ക് 150 ഫോർ അഡൽട്ടും 100 ഫോർ ചിൽഡ്രനും അങ്ങനെയാണ്. ഓക്കെ, സോ വി ആർ വെയിറ്റിംഗ്. ഇവിടെ ആളായിട്ടില്ല, അപ്പോൾ ആളാവണ വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അവർ ഉള്ളിലേക്ക് ലെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. നൈസാണ് ഗൈസ്. നമുക്കിങ്ങനെ ഒരു സൈഡ് ഫുള്ള് ലേക്ക് ഇങ്ങനെ കാണാണ്ട് നല്ല രസമുണ്ട്. നമ്മുടെ ബോട്ട് മറ്റേ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഡാൻസിങ് ബോട്ട് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഡാൻസ് പെർഫോമൻസുകൾ ഉണ്ടാവും. അതാണ് എനിക്ക് മനസ്സിലായത്. ഗൈസ്, ഇന്നലെ എന്താ ഉണ്ടായി അറിയോ ഗൈസ്? ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പിറ്റേ ദിവസമായി ഡേ 2. അപ്പോൾ ഇന്നലെ എന്താ ഉണ്ടായിച്ചാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഗൈസ്, ചാർജ് തന്നിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ അച്ഛൻ്റെ ഫോണിലൊക്കെ എടുത്തു. പക്ഷേ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഡിന്നർ കഴിച്ചൊന്നും എടുത്തിട്ടില്ല. ഡിന്നർ ഞങ്ങൾ കഴിച്ചത് പിസ്ത ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്യാവശ്യം ഫേമസ് ആണെന്നാ പറഞ്ഞു കേട്ടെ. അവര് കുറെ ഔട്ട്ലെറ്റ് ഉണ്ട് പോലും ഇവിടെ. അപ്പൊ അവിടുന്ന് ബ്രോസ്റ്റും ഒരു എന്താ പറയുക നഗർ പിസയും ഒരു റോളും
ഇതാണ് കഴിച്ചത് രാത്രി. ലൈറ്റായിട്ട് മതി എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് കുറച്ച് കഴിച്ചിട്ട് വന്നു. പിന്നെ സ്വീറ്റ്സ് വാങ്ങി. നമ്മൾ രാവിലെ വാങ്ങിയ അതേ കടയിൽ തന്നെ പോയിട്ട് കാജു കത്ലി പേസ്ട്രിയും പിന്നെ ഒരു ആൽമണ്ട് പേസ്ട്രിയും വാങ്ങി. എന്നിട്ട് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങി. നല്ല ലേറ്റ് ആയി ഇന്നലെ വന്നപ്പോൾ. കുറെ നേരം ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് ഡാൻസ് ബോട്ട് സൂപ്പർ ആയിരുന്നു. നല്ല നല്ല അടിപൊളി. നമുക്ക് സമയം പോയതേ അറിഞ്ഞില്ല. അതില് നല്ല നല്ല അടിപൊളി കുറച്ച് ഡാൻസസ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോണില്ലാത്തതുകൊണ്ട്. എന്നാലും രസമായിരുന്നു. ഇന്നിതപ്പോൾ ഞങ്ങൾ നേരെ ഫിലിം സിറ്റി പോവാണ്. രാവിലെ തന്നെ പോവാണ്. 7:30 ഇറങ്ങണം എന്നാണ് വിചാരിക്കണേ. എന്നിട്ട് വൈകുന്നേരം വരെ അവിടെ. ഞങ്ങളെല്ലാവരും റെഡിയായി. സ്വന്തം മാമി അപ്പൊ ഇന്ന് രാമോജിക്കാണ്. എന്റെ കണ്ണ് കണ്ടോ ഗൈസ്? ഞാൻ തുമ്മി ഒരു വഴിയായി. ഞങ്ങള് ഇവിടെ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടിഫിൻസ്, ബാലാജി ടിഫിൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഫ്രീ ആണ്. നമ്മൾ റൂമിന്റെ ഒപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എടുത്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ദോശ പറഞ്ഞു. ഇവിടെ ദോശ ഇട്ടേ ഉള്ളൂ. പൂരിയും ബാക്കി സാധനങ്ങളൊക്കെ സമയം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ബോണ്ടേ ഉണ്ട്. എല്ലാവരും ദോശ പറഞ്ഞു. ദോശ വന്നിട്ട് നമ്മൾ ഇന്നലെ ഒരു ടാക്സി ഡ്രൈവറിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. കുറച്ച് മുന്നേ അയാൾ പറഞ്ഞ് വരാൻ പറ്റാതെ. സോ ഇനിയിപ്പോൾ ഓല ഊബറോ ഏതെങ്കിലും നമുക്ക് വണ്ടി കിട്ടുമോ നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഇഡ്ഡലി ആയിട്ട് അച്ഛൻ വന്നു. ദോശ അമ്മ കൊണ്ട് തന്നു. അങ്ങനെ നമ്മൾ ഫിലിം സിറ്റി എത്തി. നമ്മളെ സ്റ്റേന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. നമ്മളെ ടാക്സി വിളിച്ചിട്ട് നമ്മൾ എത്തി. ഒരു ഫിലിം വേൾഡിലേക്ക് കയറിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എന്നിട്ട് പിന്നെ അവരൊരു ബസ്സിൽ നമ്മളെ ഒരു കോമൺ പോയിന്റിലേക്ക് കൊണ്ടുപോവാണ് അവര്. സോ ആദ്യം നമ്മളെ ബസ്സിൽ ഇങ്ങനെ റോട്ടിലൂടെ കുറച്ച് കൊണ്ടുപോയിട്ട് അവരൊരു കോമൺ പോയിന്റിൽ ഇറക്കി വിടാണ് ചെയ്തത്. പോണ വഴിയൊക്കെ ഭയങ്കര രസമാണ് രണ്ട് സൈഡും. പിന്നെ ഇതൊരു സെറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് പോലും പൊന്നിയൻ സെൽവൻ 1 ഉം 2 ഒക്കെ ഷൂട്ട് ചെയ്തത്. Lights, camera, action show. Tamil movie PS1, PS2, Ponniyin Selvan was shot here. Angel's Mountain with Greek architecture design. It is the highest mountain in Ramoji Fields. सबसे ऊंचा mountain is Park. Will be a fifth dropping point in Garden City. So there is Mandla Park Street. Used for school and college. Telugu movie Shyam Singh Roy movie lo chodachhu. North Indian sets. So now look at your left side again, it becomes Taj Mahal. So this is also 2 in 1 side. So now look at your both sides. Only shooting time, all shops will be open. So according to the director's script, the network will be changed. So guys, we are going to Bhagavatam set. എടി ഭാഗവതം സിനിമ അല്ലേടി, ഭാഗവതം സീരിയലിന്റെ സെറ്റ് ആണ്. ഭയങ്കര ഡിഫൈൻഡ് ആണ്. സംഭവം കണ്ടോ നിങ്ങള്? കയറാണ് ഫുള്ള്. എനിക്ക് വേണം. സോ ഇനി നമുക്ക് ബാഹുബലി സെറ്റിക്ക് പോവാം. ഓക്കെ ബൈ. ഇതേ ഒരു റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം സെറ്റാണ് നമ്മൾ കണ്ടത്. അതെ, ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. ഗായ്സ്, ഒറിജിനൽ വെമ്പുന്ന ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും പറയൂ? സൂപ്പർ സൂപ്പർ. സോ നമുക്ക് അതിന് ഉള്ളിൽ എങ്ങനെ നോക്കാം. ഉള്ളിൽ അടിപൊളിയാണ് ഗൈസ്. Guys, this is too much. എനിക്ക് എക്സൈറ്റഡ് ആവണം ആ പാട്ട് കൂടി വന്നപ്പോ. മഹിഷ്മ ദേ, ഇതിന്റെ പാട്ടും കൂടി വരുമ്പോ നമുക്കൊരു കോരിത്തെരിക്കൽ വരുന്നുണ്ട് കേട്ടോ. ആസ് എ ഫിലിം ലവർ നല്ല രസമുണ്ട് ഗൈസ്. എനിക്ക് ഭാഗവതം സെറ്റാണ് അത്രയും ഫീൽ ആവുന്നില്ല, കാരണം ഞാൻ ആ സീരിയൽ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ സെറ്റ് കാണാൻ നല്ല ഭയങ്കര റോയൽ ലുക്ക് ഉണ്ടായിരുന്നു.
പക്ഷെ ഇത് നമ്മളെ സിനിമയിൽ കണ്ട ഈ സെറ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു രസം. കൂടെ അവർ ആ ബാക്ക്ഗ്രൗണ്ടിൽ BGM ഇട്ടിട്ടുണ്ട്. അത് ലൈക്ക് ഇതാണ് സെറ്റ്. എന്താ സെറ്റപ്പ്. ആൾക്കാരാണ് ഫുള്ള്. എല്ലാരും ഫോട്ടോസ് എടുക്കാണ്. ഗൂസ് ബംസ്. എന്നിട്ട് അവിടെ തന്നെ ബാഹുബലി ദർബാർ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി. അപ്പം അവിടെ നോക്കുമ്പോൾ അമരേന്ദ്ര ബാഹുബലി ബിരിയാണി, മഹേന്ദ്ര ബാഹുബലി ബിരിയാണി, ദേവസേന ബിരിയാണി, ഫുൾ വെറൈറ്റിയാണ് ഗൈസ്. ബാഹുബലിക്ക് വേണ്ടി തന്നെ ഒരു ദർബാർ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഏറ്റവും കോമഡി ആയിട്ട് കണ്ടത് കാലകയ ലെമണേഡ്. പിന്നെ അവന്തിക ലെമണേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ എൻക്വയറി ചെയ്തപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒന്നും കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം അവിടെ ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് പോസ്റ്റല്ലടി വീഡിയോ അടി. ഗൈസ് അനുഷ്ക കടന്ന കേജ്, മറ്റേ വടിയൊക്കെ കൂട്ടിയിട്ട് അനുഷ്ക കിടക്കണ കേജ്. ബൈ. സോ ഗൈസ് വി ആർ ലീവിങ് ബാഹുബലി സെറ്റ്. ഞാൻ അടുത്ത സെറ്റ് ഏതാണെന്ന് അറിയില്ല, നോക്കി നോക്കാം.